ആ അതാണ്ട് ഒരു കാലിനെങ്ങനെ വ്രണമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? കാല് വ്രണമുള്ള ആരോ വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല. കെട്ടഴിയുമ്പോ മാറും. ബന്ധനം കഴിയുമ്പോഴേ ഇത് മാറത്തുള്ളൂ. ഇത് വ്രണമാക്കിയതാ. ഇത് കെട്ടഴിയണം. ആ വിചാരത്തിൽ നല്ല വ്രണമായിട്ട് കാണുന്നുണ്ടല്ലോ ഞാൻ ദർശനത്തില്. ഒന്ന് കാണിച്ചേ, സൂമിലൊന്ന് കാണിച്ചേ. വ്രണമാണോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വ്രണമുണ്ടോ? ഉണ്ടല്ലോ. നീരാണോ? കാല് നീരാണോ കാണുന്നത്? എന്താ കാണുന്നത്? നീരുണ്ട്. പോലെ വ്രണമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാമെന്ന് തീരുമാനമെടുത്തോ ബ്രദർ? തീരുമാനമെടുത്തോ? കരങ്ങൾ ഉയർത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥൻ. ഇന്ന് മുതൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനായിരിക്കും, നിങ്ങളുടെ നാഥനായിരിക്കും. ഇന്ന് മുതൽ ഇത് തീരുമാനമെടുത്തോ, ശക്തമായിട്ട് തീരുമാനമെടുത്തോ. സാത്താൻ ഭയപ്പെടണം. ഓക്കെ, ശരി. ഇനി യേശുവിൽ വിശ്വസിക്കുന്നത് കാരണം അന്ധകാര ശക്തിയെ പേടിക്കണ്ട എന്നാണ് നിങ്ങൾ പറഞ്ഞത്. യേശുവിൽ വിശ്വസിക്കുന്നത് കാരണം സാത്താനെ ഞാൻ ഭയപ്പെടുന്നില്ല, ഇതാണ് നിങ്ങൾ പറഞ്ഞത്. അത് ജീവിതാവസാനം വരെ വെയിറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചേക്കണം. വിടുതൽ ഇറങ്ങട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഡെസ്നെ കാലിലോട്ട് കാണിച്ചേ, ക്യാമറ കാലിലേക്ക് പോട്ടെ. ആ കാലിന്റെ നീര് നേരത്തതിന്റെ എത്ര ഉണ്ടോ നോക്ക്. ഒരു കാല്, ആ കാല്, തൊട്ടകാല് നേരത്തെ ഇത്രയും നീരായിരുന്നു, അതിന് കൂടുതലുണ്ടായിരുന്നു. ഒരു കാലിന്റെ നീര് കുറഞ്ഞായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആയിട്ട് കാലിന്റെ നീര് മാറിയിരിക്കുവാണ്. ഒരു കാലിന്റെ നീര് കുറഞ്ഞിട്ടുണ്ട്, ഒരു കാലിന്റെ നീര് അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയാണ്. ഒരു കാലിന്റെ നീര് കുറപ്പിച്ചത് ഇവരുടെ സംശയം തീർക്കാൻ, ഓഡിയൻസിന്റെയും പിന്നെ ആ പേഷ്യന്റെയും സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാലെ തൊടാതെ ഒരു കാലിന്റെ മാത്രം കുറപ്പിച്ചത്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് ഈ ഓഡിയൻസ് മനസ്സിലാക്കണം, ഈ പേഷ്യന്റ് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ തലകൈ വെച്ച് ഡെലിവറൻസ് ചെയ്തോ. സ്പിരിറ്റ് അഴിയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഡെസ്നെ ഒരു കാലം നോക്കിക്കോ, ഒരു കാലം വീണ്ടും മറ്റേ കാലം കണ്ടോ? ക്ലിയർ ചെയ്ത് കണ്ടോ? നീരില്ലാത്തത് കണ്ടോ ബ്രദറെ? രണ്ട് കാലും ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാലിന് നീര് കുറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, പക്ഷെ വ്യത്യാസമുണ്ട്. പൂർണ്ണമായിട്ട് മാറുന്നില്ല, പക്ഷെ ഇപ്പുറത്തെ കാല് ഒരുവിധം നോർമലായി തുടങ്ങി. ഇപ്പുറത്തെ കാലിന് നീല ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. സോദര, മറ്റേ കാല് പോലെ ഇരുന്നതാണ് ഇപ്പുറത്തെ കാല്. അതെ, സൂമിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ഓഡിയൻസിന് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? നിങ്ങളുടെ കൺമുമ്പിൽ കണ്ട പിന്നെ അത്ഭുതമാണിത്. കൺമുമ്പിൽ കണ്ടത്. ഈ അത്ഭുതം നടന്നുകൊണ്ട് നിങ്ങളും ഈ മനുഷ്യനും ആരിലേക്കാണ് വന്നിരിക്കുന്നത്? ആരിലേക്ക് വന്നു? നിങ്ങളുടെ ഹൃദയവും ഈ മനുഷ്യന്റെ ഹൃദയവും ആരിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞോ. യേശുവിലേക്ക്. നിങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതമാണ്. നിങ്ങളെ വേറെ എങ്ങോട്ടുമല്ല നയിക്കുന്നത്, യേശുവിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വചനമോ തൻ വചനമോ ഞങ്ങൾക്കായി മാംസമായി ഏലോഹി അറക്കപ്പെട്ട കുഞ്ഞാടേ. നമ്മള്
ധ്യാനം നടത്തിയപ്പോൾ ബ്രദർ ഇവിടുന്ന് ഓൺലൈൻ ശുശ്രൂഷ ചെയ്തല്ലോ. അപ്പൊ നടുവേദനയുള്ള ഒരു ലേഡി സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു കേസ് വന്നു. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ബ്രദർ ഇവിടുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിച്ചപ്പോ അവര് ഒരിക്കലും കുനിയാൻ പറ്റാത്ത ഒരു ലേഡിയാണ്. എന്തോ സർജറി ആണെന്നാ പറഞ്ഞത്. അപ്പൊ അവർക്ക് 10 വർഷം കൊണ്ടായി. അത് 10 ചിലവര് 10-20 വർഷമായിട്ടുള്ളവരൊക്കെ യേശുവിന്റെ മുമ്പിൽ വരും. ലാസ്റ്റ് സർജറി വേണം, നടക്കാനും വയ്യ, ഒന്നും വയ്യ. അല്ലെ ഡിനോ ചോദിച്ചത് എന്താ? അതായത് ആ സ്ത്രീക്ക് ഇന്നലെ ഹീലിംഗ് ഉണ്ടായി, നമ്മള് ലൈവായിട്ട് കാണുക. ഞാൻ ചോദിക്കുന്നത് ആ സ്ത്രീക്ക് ഇപ്പൊ ബ്രദർ ഇവിടെ നിന്ന് ഡെലിവറൻസ് ചെയ്യുന്നത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. 11,000 കിലോമീറ്റർ ദൂരെ അവിടെ ആ ലേഡി നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബ്രദർ ആ ഒരു ആത്മാവിൽ ബ്രദർ ഒരു ഇതിലൂടെ അവരെ എന്തോ കെട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തുവാ ആ സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്നത്? ശരി, നമ്മുടെ ആ ലേഡിയുടെ ശരീരത്തിൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ഇവിടെ കെട്ടതായിട്ട് കാണുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് ഈ മനുഷ്യനെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാം നിർമ്മിച്ചത് യേശുക്രിസ്തുവിന്റെ പങ്കാളിത്തമുണ്ട്. യേശുക്രിസ്തു വഴിയാണ്. അപ്പൊ എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എസെക്കിയേലിന്റെ പുസ്തകത്തിൽ എസെക്കിയേൽ കൽപ്പിക്കുമ്പോൾ പല സൈറ്റിൽ കടന്ന അസ്ഥികൾ കൂടി വരുന്നു. ഇതേപോലെ തന്നെ നമ്മൾക്ക് ശിഷ്യന്മാർക്ക്, യേശുവിനെ വിശ്വസിക്കുന്ന ശിഷ്യർക്ക് അവര് യേശു അധികാരം കൊടുത്തിട്ടുണ്ട്. ആ എസെക്കിയേൽ ചെയ്ത അതേ ശുശ്രൂഷ തന്നെ നമുക്ക് ചെയ്യാം. അത് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ്. നമ്മുടെ എന്റെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചും കൂടെയും അതിശക്തമായ ഒരു കൃപയും വിശ്വാസത്തിന്റെ ഒരു പവറും കൃപയാൽ എനിക്ക് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ എസെക്കിയേൽ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡിയിൽ ആത്മാവ് ചെന്നിട്ട്, പരിശുദ്ധാത്മാവ് ചെന്നിട്ട് ഇവിടെ ഈ അകന്ന് കിടക്കുന്ന അസ്ഥിയുടെ വേദന, പെയിന് അല്ലെങ്കിൽ അസ്ഥി ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് അത് കെട്ടും. അസ്ഥി അതായത് ഏതെങ്കിലും സ്പിരിറ്റാണ് അവരെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്പിരിറ്റിനെ നമ്മൾ ബന്ധിച്ച് അവരിൽ നിന്ന് മാറ്റണം. മാറ്റി കഴിയുമ്പോൾ ഈ അകന്ന് കിടക്കുന്ന അസ്ഥി ഒന്നിച്ച് അവരുടെ അല്ലെങ്കിൽ L5 L4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതുണ്ട്. അതിൽ നിന്ന് ഞരമ്പ് കയറി കിടക്കും. ഞരമ്പ് കയറി കിടക്കുമ്പോഴേ ഇവർക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്നത്. അപ്പൊ ആ ഞരമ്പിനെ തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ആ ഞരമ്പിനെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് ആണ് ഇവരെ കുനിയും നൂരി. അപ്പൊ നമുക്ക് ദർശനത്തില് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് ദൈവാത്മാവ് അവരെ ഹീൽ ചെയ്യുന്നത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ കുനിപ്പിക്കാം. അല്ലെങ്കിൽ സർജറി അപകടമാവും, ആകെ പ്രശ്നമാവത്തില്ലേ? അപ്പൊ അത് കാരണം അവരെ നമുക്ക് അത്രയും, അതായത് അവരെ കുനിയാനായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് അത്രയും ഷാർപ്പ് ഉറപ്പ് വിശ്വാസത്തിൽ കിട്ടിയിട്ടാണ് നമ്മൾ അവരോട് കുനിയാൻ പറയുന്നത്. കുനിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ആശുപത്രി കൊണ്ടുപോയി പറ്റും. ആശുപത്രി കൊണ്ടുപോയി പിന്നെ അവര് നിവർന്ന് നിൽക്കത്തില്ല, ആശുപത്രി കൊണ്ടുപോയി പറ്റും. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ യേശു എത്ര ശക്തിയേറിയ ദൈവമാണെന്ന് നമുക്ക് തന്നെ ഇൻസ്റ്റന്റ് മിറാക്കിൾ. അത്രയും ആൾക്കാർ നിൽക്കല്ലേ, 100-200 ചില ആളുകളുടെ മുമ്പിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, ദൈവം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ട് നമുക്ക് കാര്യമുള്ളൂ. അത് ബോധ്യപ്പെടുക, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അത് ഇപ്പൊ ഞാൻ പറയാം, ഡിനോയ്ക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാതിരിക്കാം, അത് ഡിനോയ്ക്ക് ഫ്രീഡം ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അസ്ഥി ഇപ്പോൾ ഡാമേജ് ആയിരിക്കുക, അവർക്ക് കുനിയാൻ പറ്റുന്നില്ല, വേദന, ഫുൾ ടൈം വേദന. അവിടെയാണ് യേശുക്രിസ്തു ചെയ്യുന്നത്. അവരെ ഡാമേജ് ആക്കിയിരിക്കുന്നത് ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ ഇവർ എത്ര മെഡിക്കലിൽ പോയാലും പിന്നെയും സർജറി കഴിഞ്ഞാലും പിന്നെയും വേദന നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഈ സ്പിരിറ്റിനെ നമ്മൾ ബഹിഷ്കരിച്ച് പുറത്താക്കി കളഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ അസ്ഥികളിലെ ദൈവാത്മാവ് പഴയ പോലെ ആക്കണം. എസെക്കിയേലിന്റെ പുസ്തകത്തിലുള്ളത് അതാണ് ഈ ഇൻസ്റ്റന്റ് മിറാക്കിളിൽ നടക്കുന്നത്. ഇവര് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കർത്താവ് തളർവാദ രോഗികളെയും പേഷ്യൻസിനെയൊക്കെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന ഒരു വിശുദ്ധ വചനമുണ്ട്. എന്താണെന്നറിയോ? ഇനി മേലിൽ പാപം ചെയ്യരുത്. ഇവര് ഇനിയും ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ അസുഖം വരും. കാരണം ബെത്സൈദാക്കുളക്കരയിലുള്ള വ്യക്തിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ സുഖം പ്രാപിച്ചു കാണുന്നു, മേലിൽ പാപം ചെയ്യരുത്, കൂടുതൽ ദോഷകരമായത് വരാതിരിക്കുക. അപ്പൊ കൂടുതൽ ദോഷമാണ്. ചിലപ്പോ നമ്മള് രോഗശാന്തി ചെയ്ത അസ്ഥിക്കായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും. അതിൽ പെട്ടുപോകും ചെയ്യും ഇവര്. അവന്റെ ജീവിതം പഴയതിനേക്കാൾ ശോചനീയമായി തീരും, ഇരട്ടിയായി ദുരാത്മാക്കൾ വന്ന് കയറുന്നതായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവര് ഒരു രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഈ ജനങ്ങളങ്ങ് പ്രാർത്ഥനയിലും വചനത്തിലും നിന്ന് കഴിഞ്ഞാൽ, നമ്മളെല്ലാം നിൽക്കുന്നില്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി പ്രയോജനം കിട്ടും. ഒരു കാര്യം നമ്മൾ തുടങ്ങി,
അടുത്തത് ദൈവം അവർ ചോദിക്കാതെ തന്നെ അവർക്ക് കൊടുത്തോണ്ടിരിക്കും. നിത്യജീവനും